ആകാശവാണി. നിതാന്തം തുടർ നാടകം 4-ാം ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ.ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ്, വിസ്മയ മോഹൻ ആർ.എസ്, എം.എസ്. ശാന്തി, രാധിക നായർ. നിതാന്തം 4-ാം ഭാഗം. മെർലിൻ, ആ മെഡിസിൻ എല്ലാം കഴിച്ചിട്ടുണ്ടോയെന്നൊന്ന് നോക്ക്. ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഹെൽത്തി ആയാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അതിന് മന്ത്രി പറഞ്ഞാലും മാറ്റമില്ല. അതെനിക്കറിയാം. അയാളാണെങ്കിൽ എന്നെ പരമാവധി ഇവിടെ കിടത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നും എനിക്കറിയാം. ഒരുപാട് യാത്ര ചെയ്താൽ ഏത് മനുഷ്യനും അല്പം ക്ഷീണമൊക്കെ വരും. എനിക്കും അത്രയേ ഉണ്ടായിട്ടുള്ളൂ. അതിനിങ്ങനെ വലിയ ബഹളവും ഇടപെടലും എല്ലാം കൊണ്ട് ഞാനൊരു രോഗിയായി മാറി. ഒരു VIP, വെരി ഇമ്പോർട്ടൻറ്റ് പേഷ്യൻ്റ്. ഇതൊക്കെ വിലപ്പെട്ട സ്വത്തുക്കളല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ? അല്ല, എല്ലാ ഗോൾഡും ഓൾഡല്ല. ഓൾഡായാൽ ഗോൾഡും ആവില്ല. ചിലത് മാത്രം. പഴക്കമുള്ളത് ഗോൾഡ് കൂടിയാണെങ്കിൽ അതിൻ്റെ വില അമൂല്യവുമാണ്. അതുകൊണ്ടാണ് ഈ അമൂല്യ വസ്തുവിനെ കൂടുതൽ മിനുക്കിയെടുത്ത് സ്റ്റേറ്റിന് തിരികെ നൽകുന്ന കനപ്പെട്ട ജോലി ഞങ്ങൾ ഏറ്റെടുത്തത്. ഓ, അല്ല, എനിക്ക് ഡോക്ടർ ഉപകാരം ചെയ്യാമോ? ഡോക്ടർ വിളി വേണ്ട, അതൊരുപാട് അകലം തോന്നും. പേര് ഞാൻ പറഞ്ഞല്ലോ, രാജശ്രീ. ഇഷ്ടവും അടുപ്പവും കൂടിയവർ രാജി എന്ന് വിളിക്കും. എന്നെ കുറേ നേരം പുറത്തേക്കൊന്ന് പോകാൻ സമ്മതിക്കുന്നു. അതിരില്ലാത്ത ആകാശത്തിൽ മുമ്പേ മാത്രം പറന്ന് ശീലമുള്ള പക്ഷിയെ കൂട്ടിൽ പിടിച്ചിട്ടാൽ അത് കൂടുതൽ കർക്കാത്തത് ചിറകിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല എന്നറിയാൻ അപാരജ്ഞാനമൊന്നും വേണ്ട. പിന്നെ ആരോടോ ഉള്ള സ്നേഹം, അഥവാ ഏതോ ഒരു സ്നേഹത്താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ആ താഴിൻ്റെ പേരാണ് SK വിപിൻ ദാസ് എന്ന കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി. ആം ഐ കറക്റ്റ്? അവൻ സാംസ്കാരിക മന്ത്രി മാത്രമല്ല, സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഡിക്റ്റേറ്റർ കൂടിയാണ്. കേരളത്തിൻ്റെ ഹിറ്റ്ലർ. തൽക്കാലം ഈ സർക്കാർ സേവകയ്ക്ക് ആ ഹിറ്റ്ലറെ അനുസരിച്ചേ പറ്റൂ, മൈ ജീനിയസ് അങ്കിൾ. അതുകൊണ്ട് കൃത്യമായി തരുന്ന ഭക്ഷണവും മെഡിസിനും കഴിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്താൽ ഈ കൂട് കഴിയുന്ന വേഗത്തിൽ ഞാൻ തുറന്നു തരാം. ഓക്കെ? ശരി, സഹിച്ചല്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ. ഗുഡ് ബൈ രാജകുട്ടി. ഗുഡ് ബൈ അങ്കിൾ. പിന്നെ ആ രാജകുട്ടി എന്ന വിളിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഹലോ, പറയടി. സന്തോഷം അടുത്താനോ? പറ, പെട്ടെന്ന് പറ. നേരിട്ടോ? എന്തിന്? ചെലവോ? എടി, നീ ആരാടി എല്ലാറ്റിനും കമ്മീഷൻ വാങ്ങാൻ? കമ്മീഷൻ ഏജൻറ്റോ? ഞാൻ വീട്ടിലുണ്ട്. നീ ഇങ്ങോട്ട് വരുമോ? എന്നാ വാ, എന്തെങ്കിലും ഉണ്ടാക്കാം. ചിക്കൻ ഫ്രിഡ്ജിൽ കാണും. സുരേഷ് ഇപ്പോൾ വരും, നീ പെട്ടെന്ന് വാ. എടി, സുരേഷ് വന്നു. നീയും വേഗം വാ കേട്ടോ. ആരെയാണ് കത്തിയില്ലാതെ സർജറി ചെയ്യുന്നത്? നമ്മുടെ ദേവി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു. രാത്രിയിലോ? എന്തിനാ കത്തി വെച്ച് കൊല്ലാനാണോ? എന്തോ സന്തോഷ വർത്തമാനം പറയാനുണ്ട് പോലും. അപ്പോഴേ സാറ് പോയി ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ.
നീ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നോ? പിന്നെ സന്തോഷ വാർത്തയായി വരുന്നേല്ലേ, വഴിയിൽ തന്നെ സ്വീകരിക്കാന്ന് കരുതി. അല്ല, സുരേഷ് ഏട്ടൻ എവിടെ? ഞാൻ ദേ എത്തി. ഞാൻ പോയി ചായ എടുത്ത് വരാം. ചായ മാത്രമോ? അല്ല, വാഴപ്പഴം പുഴുങ്ങിയതും. ആ, നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. ഓ, അവിടുത്തെ മുതലാളിക്ക് എന്നും യാത്ര. അപ്പോൾ ഞാൻ വീട്ടിലായി. പിന്നെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും തിരക്കല്ലേ? ആ, എന്തോ വലിയ സന്തോഷ വാർത്തയുമായി നീ വരുമെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ വന്ന ഉടനെ ഇവൾക്കൊരു ചൂട് ചായ കൊടുക്കുന്നത്. ഇനി പറ. ആ, നീ എന്നെ ഏൽപ്പിച്ച കാര്യമുണ്ടല്ലോ, ആൻറ്റിയെ വീണ്ടും ചിലങ്ക അണിയിക്കുന്ന കാര്യം. ആ, യെസ് യെസ്. ആൻറ്റി സമ്മതിച്ചു. സത്യം? സത്യമാണോ നീ പറയുന്നത്? സത്യം, എനിക്ക് വാക്ക് തന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ എന്നെ ഏറ്റവും വലിയൊരു മോഹം സാധിച്ചു തന്നു. ഓ, ഐ ആം ഓൾസോ എക്സൈറ്റഡ്. കാരണം എല്ലായിടത്തും കലാമണ്ഡലം പ്രഭാദേവിയുടെ മകളുടെ ഭർത്താവാണെന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ ഇന്നോളം അമ്മ അരങ്ങിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ കല ഈശ്വരദത്തമല്ലേ, അതേത് സാഹചര്യത്തിലായാലും ഉപേക്ഷിക്കരുതായിരുന്നു. സുരേഷ് ഏട്ടനെല്ലാം അറിയാമല്ലോ. ഏതോ ഒരുവന്റെ സ്വാർത്ഥത, അതിനു പകരം കൊടുക്കേണ്ടി വന്നത് പല ജീവിതങ്ങളായിരുന്നു. എന്തായാലും അമ്മയെ വീണ്ടും അരങ്ങിലെത്തിച്ചതിന് ദേവിക്ക് ഒരു പാർട്ടി നടത്തും. അവൾക്ക് പാർട്ടിയോ? എന്തിന്? അമ്മയ്ക്ക് എന്നെക്കാൾ ഇവളെയാണ് ഇഷ്ടം. ശാരദയും പ്രഭയും ഒരു സയാമീസ് അല്ല എന്നേ ഉള്ളൂ, അല്ലേടി? ഹാ, ഇതെങ്ങനെ സാധിച്ചു? എടി, മുത്തച്ഛന്റെ ശതാഭിഷേകം വരുന്ന മാസത്തിലല്ലേ? അതൊന്ന് ഗംഭീരമാക്കണമെന്ന് സാക്ഷാൽ പ്രഭാദേവിയും ശിഷ്യഗണങ്ങളും കൂടി ഒരാലോചന. എന്നെയും നിന്നെയും നമ്മുടെ കെട്ടിയോന്മാരെയും ഒക്കെ വിളിച്ചുകൂട്ടി ഒരാലോചനാ യോഗം നടത്താമെന്ന പദ്ധതിയിൽ ഞാൻ കയറിയൊരു ചെക്ക് വെച്ചു. എങ്ങനെ? ഞാൻ സഹകരിക്കില്ല, നിന്നെ സഹകരിക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. അപ്പോ പിന്നെ നമ്മുടെ വാക്ക് കേൾക്കുന്ന മരുമോന്മാരും വിട്ടുനിൽക്കും. അതെന്തിന്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും താമ്രപത്രം നേടിയ സുപ്രസിദ്ധ നർത്തകൻ ചന്ദ്രശേഖര കൈമളിന്റെ ജന്മദിനാഘോഷത്തിൽ ഒരു നൃത്തപരിപാടി വേണോ? ആ, തീർച്ചയായും വേണം. അത് അദ്ദേഹത്തിന്റെ മകളും ശിഷ്യയുമായ പ്രഭാദേവിയുടെ തന്നെ വേണ്ടേ? അല്ലെങ്കിൽ പിതൃനിന്ദ, ഗുരുനിന്ദ? കൃത്യമായ നിരീക്ഷണം. പിതൃനിന്ദയും ഗുരുനിന്ദയും എന്ന് കേട്ടപ്പോഴേ പ്രഭ ടീച്ചർ നിലം തൊട്ടു, പിന്നെ വിട്ടില്ല. സത്യത്തിൽ ഇങ്ങനൊരു മുഹൂർത്തം ഈശ്വരൻ ഒരുക്കിയതാവും. എന്തായാലും ഈ രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണം. ഇന്നത്തെ ചെലവ് എന്റെ വക. ഭഗവാനെ, കാക്ക കമിഴ്ന്ന് തന്നെ നാളെയും പറക്കണേ. അത് മലർന്നോ കമിഴ്ന്നോ എങ്ങനെയാലും പറക്കട്ടെ. എനിക്ക് രാവിലെ ആശുപത്രിയിലെത്തണം. നമ്മുടെ സംസ്ഥാന അതിഥിയുടെ ആരോഗ്യനില അനുസരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കണം. ഇവൾക്ക് എപ്പോഴും ആശുപത്രി, രോഗി, സർജറി, ടെസ്റ്റ്. അല്ല, നമ്മളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല, പ്രധാന തീരുമാനം ഇനിയാണ്. അതെന്താ? വർഷങ്ങൾക്ക് ശേഷം കലാമണ്ഡലം പ്രഭാദേവി ചിലങ്കയണിയുമ്പോൾ അതിന് സാക്ഷിയാകാൻ ഒരാൾ കൂടി വേണ്ടേ? വേണം, അച്ഛനും വേണം. വരുമോ? അതിവളുടെ ഉത്തരവാദിത്തം. അത് ഞാനേറ്റു. അച്ഛൻ അടുത്ത ആഴ്ച അവസാനം മടങ്ങി വരും. നമുക്ക് 3 പേർക്കും കൂടി പോയി ക്ഷണിക്കാം. 3 പേരില്ല, നീ ഒറ്റയ്ക്ക് പോയാ മതി. ആ, അതാ നല്ലത്. പൊന്നാരമോൾ ഒറ്റയ്ക്കാവുമ്പോ പ്രൊഫസർമാർ തൊന്നും പറയില്ല. അതെ. ഓഹോ, ശരി. ഇനി വൈകണ്ട. എനിക്ക് രാത്രി കുറച്ച് പണിയുണ്ട്. നമുക്ക് പുറത്തു പോയി വരാം. കാറിന്റെ ചാവി എടുത്തോ? ആ. എനിക്ക് മനസ്സിലാകുന്നില്ല രാജി, പെട്ടെന്നുള്ള നിന്റെ മാറ്റം. ഉടനെ ഒരു യാത്ര പോകുക എന്ന് പറഞ്ഞാൽ, അതും വളരെ പ്രധാനപ്പെട്ട അസൈൻമെൻ്റ് ഉള്ളപ്പോൾ, അത് നിന്റെ പ്രൊഫഷനെ ബാധിക്കില്ലേ? കേരളത്തിലെ ആരോഗ്യമേഖല ആകെ അപഹസിക്കുന്ന പോലെ ആവില്ലേ? മാത്രമല്ല, അമ്മയുടെ കൾച്ചറൽ പരിപാടിയും ഇതിനിടയിലല്ലേ? നീയല്ലേ അമ്മയുടെ കൾച്ചറൽ പ്രോഗ്രാമും വിനോദ് സാറിൻ്റെ സർജറിയും ഏറ്റെടുത്തത്? അപ്പോൾ അത് രണ്ടും ഉള്ളപ്പോൾ ഇങ്ങനൊരു യാത്ര? സുരേഷിനിപ്പോൾ എന്നോടൊപ്പം വരാനാവോ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ആ, ഞാൻ വരുന്നതും രാജി ഒറ്റയ്ക്ക് പോകുന്നതും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ നീ 2 പ്രധാനപ്പെട്ട അസൈൻമെൻറ്റ് ഒരുമിച്ച് മാറ്റിവെച്ച് ഇങ്ങനൊരു യാത്ര ഇപ്പോൾ എന്തിനാ പ്ലാൻ ചെയ്യുന്നത്? ഇനി ആ സർജറി പരാജയപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണോ?
അല്ല. പിന്നെ നിന്റെ ആശുപത്രിയിൽ സൗകര്യമില്ലെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തണം. ഉഫ്. സുരേഷ്, ഇതെന്റെ പ്രൊഫഷണൽ മാറ്ററാണ്, പ്ലീസ്. രാജി, ഇതെന്നു മുതലാണ് നമുക്കിടയിൽ ഒരു അതിർവരമ്പ് വന്നത്? സോറി, ഞാൻ ഇടപെടുന്നില്ല. നിന്റെ പ്രൊഫഷണൽ മാറ്ററിലും നിന്റെ അമ്മയുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഒന്നിലും ഞാൻ ഇനി ഇടപെടുന്നില്ല. ഓക്കെ, സോറി. ഏയ്, ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞോ? വേണ്ട രാജി, നമുക്കിടയിൽ ഒരു പ്രൊഫഷണൽ ജലസിയും പേഴ്സണൽ ഇൻ്റർഫിയറിങ്ങും ഒന്നും വേണ്ട. ഓരോരുത്തരും സ്വതന്ത്രരാണ്. ശരി. നിതാന്തം തുടർ നാടകം 4-ാം ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: രാജശ്രീ, സുപർണ ശ്രീധർ, സുരേഷ്, മഹേഷ് ആർ ജി, ദേവിക, ഐശ്വര്യ നായർ, വിനോദ് നാഥ്, സുരേഷ് പഴവീട്. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ, വി എൻ ദീപ. ഈ നാടകത്തിന്റെ 5-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.